ഹായ്, ഇന്ന് ഞാനൊരു ഈസി കപ്പ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ 2 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല കഴുകി വൃത്തിയായിട്ട് കൊണ്ടുവരാം. ഇനി ബീഫിന് ആവശ്യമായിട്ടുള്ള 4 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, 2 തക്കാളി, 3-4 വറ്റൽമുളക്, കറിവേപ്പില, കടുക്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, കറുവപ്പട്ട ഒരു പീസ്, ഒരു 3-4 ഏലക്ക, ഇത്രയും എടുത്തിട്ട് വരാം. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. നന്നായി നമുക്ക് ഇളക്കി കൊടുത്ത് സവാള നല്ലോണം വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 2 ഏലക്ക, കറുവപ്പട്ട ചേർക്കാം. ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് മുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല, മീറ്റ് മസാല, അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യം പോലെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. മസാല ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ബീഫ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 4-5 വിസിൽ വരെ കുക്കറിൽ വേവിച്ചാൽ കറി പെട്ടെന്ന് വെക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ബീഫ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എന്നിവയിട്ട് കുക്കറിൽ ഒരു 4 വിസിൽ വരെ വേവിച്ചിട്ട് വരാം. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതൊരു 4 വെളുത്തുള്ളിയും 1/2 സ്പൂൺ കടുകും കൂടെ ഞാൻ കല്ലിൽ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഈ കറി മിക്സ് ചെയ്ത് അടുപ്പിൽ വെക്കുമ്പം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കടുകിൻ്റെ പേസ്റ്റും കൂടി അതിലേക്ക് ചേർക്കും. അതെന്തിനാണെന്നോ, ബീഫ് നല്ല മയത്തിൽ വെന്ത് കിട്ടും. കറി നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഈ ട്രിക്കൊന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചിട്ട് പറയണം കേട്ടോ എന്നോട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് കുക്കറിനകത്തൊന്ന് വേവിച്ചിട്ട് വരാം. ഈസി ആയിട്ട് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ കപ്പ മിക്സ് ചെയ്യുന്നത്. കറിയിൽ കപ്പ ഇട്ടും വേവിക്കാവുന്നതാണ്. വെന്ത കപ്പ കറിയിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബീഫ് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.